പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ആഭ്യന്തര വിപണി തുണയ്ക്കും ഓഹരി ഉയരും. നമ്മൾ ഇന്നലെയും ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. 23,551 തുടങ്ങിയ ഓഹരി കയറി ഇറങ്ങി 23,440 ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ജനുവരി മാസം 19,000 കോടിയിലധികം രൂപ വിദേശ നിക്ഷേപകർ മാറിപ്പോയി. അപ്പോൾ നമ്മൾ പിടിച്ചു നിന്നത് ആഭ്യന്തര നിക്ഷേപകർ 20,000 കോടി രൂപയോളം ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തി. അത് വലിയ ഇടിവില്ലാതെ വലിയ തകർച്ചയില്ലാതെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിനൊരു കാരണമെന്ന് പറയുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള ഗ്രൂപ്പുകൾക്ക് ഫണ്ട് മാനേജേഴ്സിന് പണം കുറേ ഒഴുകിയെത്തുന്നുണ്ട്. നമ്മൾ നിക്ഷേപകർ ആ ഒരു മ്യൂച്വൽ ഫണ്ട് പോലുള്ള രംഗത്തേക്ക് ഓഹരിയിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ കൂടുതൽ പണം നിക്ഷേപിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ അവർ സ്വർണം വാങ്ങുകയോ സ്ഥലം വാങ്ങി കൂട്ടുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപവും FD ഒക്കെ ആശ്രയിച്ചാണ് നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നത്. അത് മാറിയിട്ടുണ്ട്. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും പണം അല്ലാതെ നോട്ട് തട്ടിപ്പ് പോലുള്ള ബ്ലേഡ് കമ്പനികൾ പോലുള്ളവ ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഒരു പരിധിവരെ തുടരുന്നുണ്ട്. എന്നാലും അതിനൊരു ശമനം വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിൽ വരുന്ന ഫണ്ട് അവർക്ക് ഓഹരിയിൽ നിക്ഷേപിച്ചേ പറ്റുള്ളൂ. 10% കൂടുതൽ കരുതൽ മൂലധനമായിട്ട് അവർക്ക് കൈകളിൽ സൂക്ഷിക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ള ഫണ്ടുകൾ ഓഹരിയിൽ നിക്ഷേപിക്കേണ്ടതുകൊണ്ട് അവർ വാങ്ങാൻ പറ്റുന്ന സമയത്ത് ഓഹരി വില ഇടിയുമ്പം വാങ്ങി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. ഇപ്പോൾ നിഫ്റ്റി 23,431 ബാങ്ക് നിഫ്റ്റി 48,734 ഫൈനാൻസ് നിഫ്റ്റി 27,736 സെൻസെക്സ് 77,378 നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി IPO വരുന്ന കമ്പനി ലക്ഷ്മി ഡെൻ്റൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 13-ാം തീയതി ആരംഭിച്ചത്, 15-ാം തീയതി അപേക്ഷ സ്വീകരിക്കുന്ന തീയതി തീരും. പിന്നെ വില 407 തൊട്ട് 428 വരെയാണ്. 33 എണ്ണത്തിന് മിനിമം അപേക്ഷിക്കണം. 14,124 രൂപ നിക്ഷേപിക്കേണ്ടതിനായിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യുന്നു. ക്ലോസ് ഡേറ്റ് 15 അലോട്ട്മെൻറ്റ് 16-ാം തീയതിയാണ്. ലിസ്റ്റിംഗ് 20-ാം തീയതി ആണ്. ഡെൻ്റൽ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ധനകാര്യ ഏജൻസിക്ക് 75%, മറ്റ് വൻകിട നിക്ഷേപകർക്ക് 15%, റീറ്റെയിലേഴ്സിന് സാധാരണക്കാർക്ക് 10% ഷെയറുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി ബോണസ് വരുന്ന ഓഹരികൾ ഗുജറാത്ത് ടൂർ റൂംസ് 16 രൂപ, ബോണസ് 5:1, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. കീറ്റക്സ് 688 രൂപ, ബോണസ് 2:1, 17 ജനുവരിയാണ്. BN റാത്തി 266 രൂപ, ബോണസ് 1:1 24 ജനുവരിയാണ്. ജിൻഡാൽ വേൾഡ് വൈൽഡ് 441 രൂപ, ബോണസ് 4:1, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. സ്പ്ലിറ്റ് വരുന്നത് അരുൺ ജ്യോതി വെഞ്ചർ 189 രൂപ, സ്പ്ലിറ്റ് 1:10, 17 ജനുവരി. ബ്ലൂ ക്ലൗഡ്സ് 96 രൂപ, സ്പ്ലിറ്റ് 1:2, 3 ജനുവരിയാണ്, 13 ജനുവരി. കിഡൂജ 422, സ്പ്ലിറ്റ് 1:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ടാം ബോസ്പെറ്റ് 265 രൂപ, അത് സ്പ്ലിറ്റ് 1:1, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഡിവിഡൻഡ് വരുന്ന കമ്പനി സെമൻസ് 6,282 രൂപ, 12 രൂപ ഡിവിഡൻഡ് ഉണ്ട്, 17 ജനുവരിയാണ്. വെൻഡെക്സ് നോളജ് 206 രൂപ, 10 പൈസയേ ഉള്ളൂ, 17 ജനുവരിയാണ് അവരുടെ ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത്. ടാർജറ്റ് ഇടുന്നത് മോർഗൻ സ്റ്റാൻലി എന്ന കമ്പനി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 10 കമ്പനിയാണ്. അവർ ഈ വർഷം ഒരു വർഷം കൊണ്ട് വരുന്ന ഇതിൽ വ്യത്യാസമാണ്. നമ്മൾ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. അതിനിടയ്ക്ക് വരുന്ന സമയത്ത് നമ്മൾ വിറ്റ് മാറേണ്ടിയും വരും. അത് ബ്രെയിൻ ബീസ് എന്ന് പറയുന്ന ബേബി ഐറ്റംസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അങ്ങനെയുള്ള ബ്രാൻഡഡ് ഐറ്റങ്ങൾ നിർമ്മിച്ച് വരുന്ന ഒരു കമ്പനി ആണ്. 541 രൂപ അതിന് വിലയുണ്ട്. ഇപ്പം ടാർജറ്റ് 812 രൂപ, ഒരു വർഷം കൊണ്ട് വരുന്ന വരാവുന്നതാണ്. പിന്നെ മാരുതി സുസുക്കി 11,640 ഇപ്പോൾ, 14,124 രൂപ, 19% ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രെൻഡ് 6,565 രൂപ, ടാർജറ്റ് 8,032 രൂപ. റിലയൻസ് 1,245 രൂപ, ടാർജറ്റ് 1,700 രൂപ. ICICI ബാങ്ക് 1,205 രൂപ, ടാർജറ്റ് 1,650 രൂപ. SBI ലൈഫ് 1,428 രൂപ, 2,240 രൂപ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്
3985 രൂപ, ടാർജറ്റ് 5292 രൂപ, L&T 3542 രൂപ, ടാർജറ്റ് 3875 രൂപ, ഇൻഫോസിസ് 1695 രൂപ, ടാർജറ്റ് 2150 രൂപ, അൾട്രാടെക് സിമെൻസ് 10876 രൂപ, 11600 രൂപ ആണ് ടാർജറ്റ് ഇടുന്നത്. ഈ ഒരു വീഡിയോ പഠനാർത്ഥം തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇത് മോർഗൻ സ്റ്റാൻലിയും മറ്റുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ ആശ്രയിച്ച് നമ്മൾ തയ്യാറാക്കുന്നൊരു റിപ്പോർട്ടാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നിക്ഷേപിക്കുക. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.